നിങ്ങളെ സാറ ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കാണുമോ? ഞാൻ കാണാറുണ്ട് കേട്ടോ. കാരണം അതിൽ ആ കുട്ടി ഫുഡ് നല്ല മനോഹരമായിട്ട് കഴിക്കുന്ന വീഡിയോ ആണ്. കഴിക്കുമ്പോൾ നമുക്ക് തോന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത്രയും ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷെ ആ കുട്ടി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കൊതി വരും ആ ഫുഡ് നമുക്ക് കഴിക്കാൻ. അങ്ങനെ ഒരു യൂട്യൂബ് ചാനലാണ്. അവരെ യാത്രകളാണ് കൂടുതലും കാണിക്കുന്നത്, പിന്നെ കൂടുതലും ഫുഡിന്റെ വീഡിയോ ആണ്. അപ്പൊ ഈ സാറ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാറയുടെ കമന്റ് ബോക്സിൽ സാറ കഴിക്കുന്ന ഫുഡിനെ ഇതാക്കി ഒരു പെൺകുട്ടി പറഞ്ഞു ഇതൊരു റിപ്പീറ്റ് വീഡിയോ ആണ്, ഒരുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് പറഞ്ഞ ആ കമന്റ്സ് ഇട്ട കുട്ടിയെ റിയാക്ട് ചെയ്ത് സാറ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സാറ റിയാക്ട് ചെയ്യുന്ന ആ വീഡിയോ ഒന്ന് കാണാമേ. മീറ്റ് വിത്ത് ചിത്ര എസ്. എന്താന്ന് വെച്ചാൽ ആ ചേച്ചി ഒരു കമന്റ് ഇട്ടിരിക്കുക, മോളെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ ദിവസം ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും, ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിലെടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി. അപ്പൊ ആരാണ് പറയൂ, ആരാണ്? ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടോളൂ, ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ചേച്ചി? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല, ഇച്ചിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? ഇല്ലേ ചേച്ചി? അപ്പൊ ഓക്കെ കൈ ബൈ. ഓക്കെ. അപ്പോ ഈ ഒരു ആ ചിത്ര എസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ്, ആ ഒരു പെൺകുട്ടിയാണ് ഇവർക്ക് ഇതായിട്ട് കമന്റ് ഇട്ടത്. ഈ കമന്റിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വൾഗാരിറ്റി തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ ഇടുമ്പം അതിൽ പോസിറ്റീവായിട്ടുള്ള കമന്റ്സും വരും, നെഗറ്റീവായിട്ടുള്ള കമന്റ്സും വരും. ഈ ഒരു കമന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊരു ലൈക്ക് കൊടുക്കാം. ഞാനാണെങ്കിൽ ഇതിന് ലൈക്ക് കൊടുത്തേന്. കാരണം ശരി, നിങ്ങളുടെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഇത് കണ്ടില്ല, ഒന്നും ഇല്ലാതെ അവിടെ ഇടാം. ഇതിപ്പോ ഒരു ബോഡി ഷെയ്മിങ് നടത്തിയ വീഡിയോയോ അല്ലെങ്കിൽ ചിത്ര സാറ നീ കഴിക്കുന്നത് കണ്ടാൽ വെറുപ്പ് തോന്നുന്നു, നീ ഇങ്ങനെ ഒരു തീറ്റി പണ്ടാരമാണോ എന്നൊക്കെ ചോദിച്ചാൽ ശരി, നമുക്കത് പറയാം. ഇത് അവരുടെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം ഈ കുട്ടി കൂടുതലും ഇടുന്നത് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ആണ്. അത് മിക്കവാറും ഒരേ ഹോട്ടലിൽ നിന്നാണ്. അത് ആ കുട്ടിയെ പറയുന്നുണ്ട് എനിക്ക് ആ ഹോട്ടലിലെ ഫുഡ് ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പം അത് ചില ആൾക്കാർക്ക് അത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ബോർ തോന്നും. ഇത് മാത്രമേ ഉള്ളൂ, വേറെ വീഡിയോ ഇല്ലേ? നമ്മളോടുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇടുന്നത്. അപ്പൊ അത് ഒരു വ്യൂ ആണ് നിങ്ങൾക്ക്. ഈ കമന്റ് ഇട്ട ആൾക്കാരെല്ലാം വളരെ ഇപ്പൊ വൾഗറായിട്ട് സെക്ഷുവലായിട്ടൊക്കെ കമന്റ് ഇടുന്നവരെ നല്ലത് പറയണം, വേണമെങ്കിൽ കേസും കൊടുക്കണം. അല്ലാതെ നമ്മളെ കമന്റ് ഇടുമ്പോൾ അതൊരു വ്യൂ ആണ്. ആ വ്യൂ നമ്മളെ വീഡിയോ ഫുള്ള് കാണുന്നത് കൊണ്ട് അവരിടുന്നത്. പിന്നെ അവരുടെ പ്രൊഫൈല് ചെക്ക് ചെയ്തപ്പോൾ അവരും ഒരേപോലത്തെ വീഡിയോസ് ആണ് ഇടുന്നത്, ഒരേ ഡ്രസ് ഇട്ട് വീഡിയോസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച് പോയി പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടോ? അവരിട്ട കമന്റിന്റെ അത്രയും ഒരു ആഴം ഉണ്ടോ? അത്രയും നമുക്ക് ഫീൽ ആവുന്ന കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സാറയോടൊക്കെ പറയാൻ ഉള്ളത്, സാറ എന്ന് മാത്രമല്ല കേട്ടാ, കുറേ ആൾക്കാരുണ്ട് കമന്റ് ബോക്സ് ബാധ്യതയായിട്ടുള്ള കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അത് മിക്കവാറും ഈ ഡെയിലി വ്ളോഗേഴ്സ് ആണ്. അതായത് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുന്ന വ്ളോഗേഴ്സിനാണ് ഈ കമന്റ് ബോക്സുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ബാധ്യതയാവുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കമന്റ് ബോക്സിൽ പോയി ഒന്ന് നോക്കണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വരുന്ന കമന്റ്സ് ഒന്നും അല്ലെന്ന്. ഞാൻ രേണുസുധിയുടെ വീഡിയോകളാണ് കൂടുതലും എൻ്റെ ചാനലിലേക്ക് കിടക്കുന്നത്. എൻ്റെ ചാനലിൽ വരുന്ന കമന്റുകൾ കേൾക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? രേണുസുധിക്ക് ഈ ഒരു അസുഖം വരണേന് മുന്നേ അതായത് ഒരു 2-3 മാസത്തിന് മുന്നേ ഇട്ട വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇപ്പൊ എൻ്റെ ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവർ ആ വീഡിയോ കണ്ടിട്ട് പറയും ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ, ഇങ്ങനെ പറയാൻ പാടുണ്ടോന്ന്. നോക്കുമ്പം രേണുസുധിയിലേക്ക് നേരത്തെ ഉള്ള വീഡിയോ ആയിരിക്കും. എന്നിട്ട് ചില ആൾക്കാർ പറയും ക്യാൻസർ പേഷ്യന്റിനെയാണ് നീ ഇതുപോലെ വലിച്ചു കീറി പറയുന്നത്, കർമ്മയടിച്ച് നിനക്ക് കിട്ടും, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ക്യാൻസർ ശത്രുക്കൾക്ക് പോലും വരരുതെന്നാ എല്ലാവരും ആ ക്യാൻസർ പേഷ്യന്റ് പോലും അവിടെ ഇരുന്ന് പറയുന്നത്. എന്നിട്ട് ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് നിനക്ക് കർമ്മയടിച്ച് കിട്ടി ഈ അസുഖം കിട്ടുമെന്ന്. അപ്പൊ നമ്മളൊക്കെ എന്തുമാത്രം വിഷമിക്കണം? ഒന്ന്, നമ്മളിടുന്ന വീഡിയോയ്ക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും ഒക്കെ കമന്റ് വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ കയ്യിലല്ല, ഒരു കുഞ്ഞിനെ പ്രസവിച്ചതുപോലെയാണ്. അതായത് പിന്നെ അത് നമ്മൾ അതിനെ പ്രസവിച്ച് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പൊ അത് ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് പോലെയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കത് എന്തും വരാം. ഒരു കുട്ടി കാരണം നമുക്ക് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം എന്നൊക്കെ പറയും പോലെ ആ കുട്ടിയുടെ പ്രവൃത്തികൾ പോസിറ്റീവും നെഗറ്റീവും എന്നൊക്കെ പറയും പോലെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ സമൂഹത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ കാണുന്നത് സമൂഹമാണ്. സമൂഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കമന്റ്സിന് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കാര്യം അവിടെ വെച്ച് നിന്നില്ല, അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റിലേക്ക് പോയി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിന്റെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടം പോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പം ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യമല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വെറുതെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അലിഞ്ഞു തീരത്തേ ഉള്ളൂ. ഞാൻ ഇത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളുമല്ല, മനുഷ്യരത്രേ ഉള്ളൂ. ഈ ചിത്രചേച്ചിയുടെ കേസ് ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്, വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്രചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23 വയസ്സുള്ളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു എന്ന്? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടുക എന്നുള്ളത്. ചിലരത് കോമാളിത്തരമായിട്ട് പറയും, ചിലർക്ക് അത് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എന്നെ റിപ്ലൈ ചെയ്യുക, അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒട്ടുമേ എന്നെ പറ്റുന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഈ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നിർത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ടാവുന്നത് അതേ ഉള്ളൂ. നമുക്ക് സുഖമാണ്, ആരും കാണാത്ത ഒരു റൂമിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് എന്തൊരു ഹേർട്ട് ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കണ്ടന്റിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചിത്രചേച്ചി സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയത്. കാരണം എനിക്ക് അത്രമേൽ വിഷമം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ റിയാക്ട് ചെയ്തിരിക്കുന്ന ഈ മാന്യൻ പണ്ട് തൊപ്പിയെ കണ്ടപ്പോ, തൊപ്പി എന്തോ ഒരു ഇനാഗ്രേഷന് പോയപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമില് പോയി കെട്ടിപ്പിടിച്ച് തൊപ്പിയുടെ ഫോട്ടോ എടുത്ത വ്യക്തി ഈ റീസെന്റ് തൊപ്പിക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പം തൊപ്പിയെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുക. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ കുറെ പോരായ്മകളുണ്ട്. എനിക്കും പോരായ്മകളുണ്ട്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പോരായ്മകളുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്കൊരു ജീവിതമുള്ളൂ. മറ്റുള്ളവർക്ക് ബാധ്യതയാവാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ എനിക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മളെ വേദനിപ്പിക്കരുത്, അത് കാണുമ്പോൾ എനിക്ക് വേദന വരും, അങ്ങനെ വേദന വരാൻ വേണ്ടി മാത്രം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ ആ കമന്റ് ബോക്സിൽ? എനിക്ക് തോന്നുന്നില്ല. സാധാരണ അവരൊരു അഭിപ്രായം പറഞ്ഞു, ഈ പറയും പോലെ ബോഡി ഷെയ്മിങ് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ തിരിച്ച് അവരുടെ വസ്ത്രത്തെ പറഞ്ഞു, അവർ ഒരേ വസ്ത്രം ഇട്ട് ഫോട്ടോ എടുക്കുന്നു എന്നുള്ളത്. ചിലപ്പോൾ അവർക്ക് വസ്ത്രം കുറവായിരിക്കാം, ചിലപ്പോൾ അവര് ഈ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവര് 3-4 ഫോട്ടോസ് എടുത്തതായിരിക്കാം. അങ്ങനെ അപ്പൊ നിങ്ങളല്ലേ അങ്ങോട്ട് വിഷമിപ്പിച്ചത്? സാറ ഒന്ന് ഓർത്തു നോക്കിക്കേ. പിന്നെ നമ്മളെ ശരീരം പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇതിന് കമന്റിന് പ്രതികരിച്ചത്? അങ്ങനെ അവര് കമന്റ് ഇട്ടു. നിങ്ങൾ പോവാത്തെന്താ? നിങ്ങൾ പറയുന്നുണ്ട് മറ്റൊരാളെ വിഷമിപ്പിക്കരുത്, ഒറ്റ ജീവിതമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ കമന്റ് അവിടെ കിടന്നോട്ടെ, നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക ആൾക്കാർ കാണാൻ. എന്നിട്ട് നിങ്ങൾ അതിന് മറുപടി കൊടുക്കാതെ പോവാത്തന്റെ? ഇനി നിങ്ങളടുത്ത് മറ്റുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറയുകയാണ്, സാറ ആ കമന്റ് കണ്ടില്ലേ, സാറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സാറ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് പറയാം. എനിക്കതിന് കമന്റ് പറയാൻ അറിയാനിട്ടല്ല, കാരണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരും. ഞാൻ ആരെയും അങ്ങനെ കമന്റ് ഇട്ട് വേദനിപ്പിക്കാറില്ല. അങ്ങനെ വേദനിപ്പിക്കുന്നവർ അത് ചെയ്തോട്ടെ എന്ന് പറയാം. നിങ്ങൾ തിരിച്ച് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പൊ നിങ്ങളെ വേദനിപ്പിച്ചതുപോലെ തന്നെ അവർക്കും അത് വേദനയായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആരോ വിളിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ആ വീഡിയോ റിമൂവ് ചെയ്യണം, അവർക്ക് +2 പഠിക്കുന്ന കുട്ടിയുണ്ട്, നാണക്കേടാന്ന്. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചത്.
റിപ്പീറ്റായി പോകുന്നു എന്ന് പറഞ്ഞാൽ വേദനിക്കോ? അല്ലെങ്കിൽ ഈ കണ്ടന്റ് മാത്രമേ അറിയാവുള്ളൂ? ഞാനൊക്കെ രേണു സുധീരെ കണ്ടന്റ് പറഞ്ഞിട്ടും തീരാതെ വീഡിയോ മാക്സിമം ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തപ്പോൾ വരെ പറഞ്ഞിട്ടുണ്ട് രേണു സുധി മാത്രമേ ഉള്ളൂ എന്ന്. കാരണം എന്താണ്, ചിലത് നമുക്ക് പറയാനുണ്ടാവും, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് പറയാനുണ്ടാവും കാര്യങ്ങൾ. അത് അവരുടെ അഭിപ്രായമാണ്. അവർക്ക് തോന്നും രേണുസുധി ഏത് സോഷ്യൽ മീഡിയ തിരിഞ്ഞു നോക്കിയാലും രേണുസുധിയുടെ വീഡിയോകളും രേണുസുധിയെ എതിർക്കുന്ന വീഡിയോകളും. അപ്പൊ അവര് ചിലപ്പോൾ ചിന്തിക്കും. അതുപോലെയാണ് ആൾക്കാര്. അവര് തുറന്നു നോക്കുമ്പോ സാറയെ ഇഷ്ടപ്പെട്ടു, സാറയുടെ വേറെ വല്ല വീഡിയോ വന്നിട്ടുണ്ട്, അപ്പൊ സാറ ഫുഡ് കഴിക്കുന്ന വീഡിയോ, അത് നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരിക്കാം. അപ്പൊ അവർക്കത് പറയാനുള്ള ഒരു അവകാശമുണ്ട്. അവിടെ ഞാൻ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പിന്നെ ഒരു മാന്യന്റെ കാര്യം പറഞ്ഞു, അവൻ എന്തോ തൊപ്പിയുടെ കൂടെ, അതുകൊണ്ട് തൊപ്പിക്ക് പ്രശ്നമില്ലാത്ത സമയത്ത് തൊപ്പിയെ പറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും ആ വ്യക്തിക്ക്. പക്ഷെ തൊപ്പിയുടെ ഈ പ്രവൃത്തികൾ, ഇപ്പൊ നടക്കുന്ന റീസെന്റ് ആയിട്ടുള്ള പ്രവൃത്തികൾ കണ്ടപ്പോ അവന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ കൂടി തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. അതെങ്ങനെയാ അവന്റെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? നിങ്ങൾ ഭയങ്കര കൂട്ടുള്ള ആൾക്കാര്. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഒരു ഫ്രണ്ട്സിനെ പറ്റി ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രണ്ട്സിനെ ഞാൻ ഒന്നും പറയുകയല്ല, കല്യാണം കഴിഞ്ഞാൽ ആ ഒരു ഫ്രീഡം കൊടുക്കണം, ഫ്രണ്ട്സിൽ നിന്നും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായി, നിങ്ങളുടെ ഹസ്ബൻഡ് വീഴുന്നപ്പോൾ ഒരു ഫ്രണ്ട്സും ഈ കാണുന്ന ഒരു ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ നിലപാട് മാറ്റിയില്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ് അത്രയും നാളും കൂട്ടുകൂടി നിങ്ങളോട് വളരെയധികം സംസാരിച്ചിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ കുറച്ച് അകന്ന് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നിലപാട് മാറ്റമല്ലേ? എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരാള് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടു, പരിചയപ്പെട്ടു. ആ വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ തെറ്റിനെതിരെ സംസാരിക്കും. അതാണ് നമ്മുടെ നിലപാട്. നമ്മൾ നല്ലത് കണ്ടാ പറയുക, ആ വ്യക്തി കാണുന്ന മോശം കണ്ടാ പറയുക. അല്ലാതെ ആ വ്യക്തിയെ നമുക്ക് അറിയാം, പരിചയപ്പെട്ടു, സന്തോഷത്തോടെ സംസാരിച്ചു, നമ്മൾ ഫോട്ടോ എടുത്തു എന്നും പറഞ്ഞ് അവരൊരു തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? അതേപോലെയാണ് സാറയും. സാറ ഇത്രയ്ക്ക്, പിന്നെ സാറ കഴിഞ്ഞ ദിവസം വന്ന് പറയുന്നുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതെനിക്ക് ആരെയാണെന്ന് മനസ്സിലായില്ല. ഈ തൊപ്പിയുടെ കൂടെ ഫോട്ടോ എടുത്ത വ്യക്തിയെ കുറിച്ചാണോ, സാറെ വീണ്ടും റിയാക്ട് ചെയ്ത വ്യക്തിയെ കുറിച്ചാണോ, അതോ ആ നെഗറ്റീവ് കമന്റ് ഇട്ട, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കുന്നത് റിപ്പീറ്റ് ആയിട്ട് തോന്നിയെന്ന് വീഡിയോ ഇട്ട കുട്ടിയെ കുറിച്ചാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ സാറെ മാത്രമല്ല, ഒരുപാട് ഞാൻ യൂട്യൂബേഴ്സിനെ പറയണം, ഈ ഫാമിലി വ്ളോഗ്സ് അവർ ആദ്യ ഘട്ടത്തിൽ പറയും കമന്റ് ഇടണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കണം, നിങ്ങളാണ് ദൈവം, നിങ്ങളാണ് എന്നെ വളർത്തുന്നത്. ഒരു പരിധി കഴിഞ്ഞ് എല്ലാവരും കൂടി ഇവരെ അന്ധമായിട്ട് വിശ്വസിച്ച് ഇവർക്കൊരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഏത് വീഡിയോ ഇട്ടാലും ഒരു മിനിമം വ്യൂസ് അവരുടെ വീഡിയോയിൽ ഉണ്ടാവും. അവർക്ക് കിട്ടുന്ന പൈസയിൽ ഒരു മിനിമം പൈസ കിട്ടുന്ന രീതിയിൽ വ്യൂസ് ഉണ്ടാവും. അപ്പൊ പിന്നെ കമന്റ് ബോക്സിൽ വന്ന് ഇത്രയും നാളും നല്ലത് പറഞ്ഞ ഒരാൾ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ മതി, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് അങ്ങോട്ട് പറയും. നമ്മൾ പല യൂട്യൂബേഴ്സിനെയും കണ്ടിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് പല ആൾക്കാരെ അടുത്തും പലരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആരും പിന്നെ ഒന്നും പറയാൻ പാടില്ല. അപ്പൊ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുക. ഇനി നിങ്ങൾ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അത് ശരിയായിരിക്കാം. ചിലപ്പോൾ ആ മാനസിക പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം ഈ നിസാരപ്പെട്ട കമന്റ്സ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. നിങ്ങൾ കുറച്ചും കൂടി കൂളാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിൽ നിങ്ങൾ ഇത് ചിലപ്പോൾ ഒരു കൂളായിട്ട് എടുത്തേനെ. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതുപോലുള്ള കമന്റ് വരും എന്ന് കരുതി നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുക. നിങ്ങളൊന്ന് ഓക്കെ ആകുന്നത് വരെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു കമന്റിനെ അത്രയധികം പറയണോ, ഒരു വിവാദമാക്കണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ കമന്റ്സ് കണ്ട, കാരണം നമ്മളെയൊക്കെ അങ്ങേ അറ്റോ പറയുന്നേ. എൻ്റെ വീട്ടുകാരെ വരെ വിളിച്ചിട്ടുണ്ട് രേണു സുധീരെ വീഡിയോ ചെയ്തപ്പോൾ. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുടെ വീഡിയോ ചെയ്തപ്പോൾ, ഞാൻ ഗ്ലാമി ഗംഗയുടെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് എസ്സേ പോലെ ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ലൈഫ് പോലും അറിഞ്ഞുകൂടാതെ, എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പോലും ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ. ഞാൻ അവർക്കൊക്കെ എതിരെ എന്തെല്ലാം പരാതി പോണം? ഈ റിപ്പീറ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കമന്റ് ബോക്സിൽ പോയി നോക്കുക. ചില ആൾക്കാർ ഫുഡിന്റെ വീഡിയോ മാത്രമായിരിക്കും, ചില ആൾക്കാർ ഈ ഫുഡ് ഈ കൊടുക്കുന്ന വീഡിയോസ് ആയിരിക്കും കാണുന്നത്, എടുക്കുന്നത്. അവിടെയൊക്കെ ചെന്ന് സാറേ ഒന്ന് നോക്കൂ, നിങ്ങൾ അന്തം വിട്ടു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വന്ന കമന്റ് ഒന്നും അല്ല എന്നുള്ളത്. ഒന്നും വേണ്ട, ഇതുപോലെ വല്ല കമന്റും കണ്ട് വിഷമം വന്ന റിയാക്ഷൻ വീഡിയോക്കാരുടെ കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ മതി. അപ്പൊ സാറയ്ക്ക് തോന്നും സാറേരെയൊക്കെ കമന്റ് വായിക്കാൻ പോലും വായിച്ചു പോലും കളയേണ്ട കാര്യം പോലും ഇല്ല, അത് കാണേണ്ട കാര്യം പോലും ഇല്ല എന്ന് കളയും.
അത്രയ്ക്കും വളരെയധികം വിഷമിപ്പിക്കുന്ന കമന്റാണ് റിയാക്ഷൻ വീഡിയോക്കാരുടെ കമന്റ് ബോക്സിൽ വരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇനി വീഡിയോ ഇടാതിരുന്നാൽ ശരിയാകില്ല എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് കേട്ടോ. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ വീഡിയോയുമായിട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ശരി.